അപ്പൊ ആ വിഷം കയ്യിലെടുത്തിട്ട് മീര കൃഷ്ണനോട് പറഞ്ഞു, നിന്റെ പ്രസാദമാണെങ്കിൽ അത് എനിക്ക് എന്തും സ്വീകാര്യം, അതൊന്ന് കുടിക്കുകയാണ്. റിലീജിയസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവത്തിന് പലതും നമ്മൾ സ്പിരിച്വാലിറ്റി വഴി പോകുന്ന സമയത്ത് അതിന് എന്തിനായിരുന്നു ചെയ്തെന്നുള്ള ഡെപ്ത് മനസ്സിലാവുക. ഒരു സീക്രട്ട് ഉണ്ട്, സ്പിരിച്വൽ സീക്രട്ട്. അത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ആവണം. ഈ തേർഡ് ഐ ഓപ്പൺ ആയിട്ടാണ് നമുക്ക് മെഡിറ്റേഷൻ കിട്ടുന്നത്. റെഗുലർ പ്രാക്ടീസിലൂടെ നമ്മുടെ ആ ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാനും വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലിയർ ടച്ചിങ് കിട്ടാനും ഇതൊക്കെയാണ്. അല്ലാതെ തേർഡ് ഐ എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ അമേരിക്കയിൽ എന്താ അങ്ങനെ കാണാൻ പറ്റുന്നവരുണ്ട്. അത്ര ലെവലിൽ എത്തുന്നവർക്ക് പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും സ്ഥലത്ത് അവരെ സട്ടിൽ ബോഡിയിൽ സൂക്ഷ്മദേഹത്തിൽ അവരെ എങ്ങാൻ കണ്ടു എന്ന് വിചാരിക്കുക, അവരെ ആരും സ്വീകരിക്കാറില്ല. പ്രേതം പേടിയാണ്. ഒരു 10 ദിവസം റെഗുലറായി കണ്ടെന്ന് വിചാരിക്കുക, എന്താ പറയാന്നറിയോ? പ്രേത ശല്യം. 30 കോടി ദൈവങ്ങളുള്ള പോലെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് എനർജി ആണല്ലോ, അതുപോലെയാണോ? 30 കോടി ദേവതമാരെ പറയുമ്പോൾ അത് വലിയൊരു സീക്രട്ട്. ഈ രണ്ടും ഒന്നിച്ച് പറയാൻ പറ്റും. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്കാം അല്ല. ഞങ്ങളുടെ വീട്ടിൽ 7 മക്കളാണെങ്കിൽ എന്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു കൂട്ടുകാരി ഉണ്ടായി, ക്ലാസ്മേറ്റ് ആയിട്ടുള്ള. അവരുടെ വീട്ടിൽ 13 മക്കളായിരുന്നു. അപ്പൊ ഞാൻ ഈ മന്ത്രം ജപിക്കുന്നതിനായിരുന്നു അറിയോ, ഈ സിദ്ധി അങ്ങ് നേടിയിട്ട് വേണം ആ ചേട്ടന്റെ പണിയെടുക്കൽ ശരിയാക്കാൻ. ഏതൊരു കാര്യം നിങ്ങൾ നിരന്തരമായി ചിന്തിക്കുന്നു അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഈ ബോർഡ് കാണുമ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും, ബസ് അവിടെ നിർത്തിയിട്ട് ഇതിലെങ്ങനെ വരുമ്പോൾ ഇവിടെ ബ്രഹ്മകുമാരിസ് ഒരു ബോർഡ് വെച്ച സുഖമായിരുന്നു. അപ്പൊ ഞങ്ങൾ വീട് മാറാൻ വേണ്ടിക്കൊണ്ട് അന്വേഷിച്ച ഒരാൾ പറഞ്ഞു, ചുങ്കത്തൊരു വീടുണ്ട്. പോയി നോക്കുമ്പോൾ പരമാത്മ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ലെസൺ, നമ്മളെ ദിവസത്തിൽ നമുക്ക് 4 കാര്യങ്ങൾ തന്നിട്ട് 4 സബ്ജക്റ്റ്: ജ്ഞാനം, യോഗ, ധാരണ, സേവ. ജ്ഞാനം മീൻസ് ഡെയിലി നമ്മൾ സെൽഫ് റിയലൈസേഷൻ. ഇതിന്റെ ബേസിക് കോഴ്സിൽ സെൽഫ് റിയലൈസേഷൻ ഉണ്ട്, ഗോഡ് റിയലൈസേഷൻ ഉണ്ട്, പിന്നെ റീബർത്തിന്റെ സീക്രട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കർമ്മ തിയറിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, മെഡിറ്റേഷൻ പ്രാക്ടീസും ഉണ്ട്. ഡെയിലി രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. ബ്രഹ്മ മുഹൂർത്തത്തിൽ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം. തുടക്കത്തില് എപ്പോ ചെയ്താലും കുഴപ്പമില്ല, എത്ര ചെയ്യുന്ന അത്ര കൂടുതൽ രക്ഷ പ്രൊട്ടക്ഷൻ എങ്ങനെയൊക്കെ കിട്ടുന്നറിയോ? ആക്സിഡൻസ് പോകാൻ തന്നെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ യോഗ എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് എഴുന്നിട്ടുള്ള മെഡിറ്റേഷൻ മാത്രമല്ല, എപ്പോഴൊക്കെ ഭഗവാനെ ഓർക്കുന്നു, സിംപ്ലി ഓർക്കുന്നു, അത് യോഗ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് അവേക്കനിങ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ബ്രഹ്മകുമാരിസിന്റെ ബാലുശ്ശേരിയുടെ സെന്റർ ഇൻചാർജ് ആയിട്ടുള്ള ഷീബ സിസ്റ്ററാണ്. സിസ്റ്റർ, ഓം ശാന്തി. ഓം ശാന്തി. അപ്പോൾ സിസ്റ്റർ, എങ്ങനെയാണ് ഈ ഒരു സ്പിരിച്വൽ ജേണി സിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്? ബ്രഹ്മകുമാരിസിലേക്ക് എത്തുന്നതിന് മുന്നേ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് പറയാമോ? എനിക്ക് കുട്ടിക്കാലം തൊട്ടിട്ട്, അതായത് വീട് ഒരു സ്പെഷ്യലായിട്ടൊരു സ്പിരിച്വൽ ആയിട്ടൊരു ഫാമിലി ആയിരുന്നു. അതായത് അച്ഛനും അമ്മയും ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളുടെ കൂട്ടത്തിലാണ് വളർന്നു വന്നത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഭക്തിയുടെ ഒരു തീവ്രമായ ഭക്തിയുടെ ഒരു അന്തരീക്ഷമാണ്. എൻ്റെ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ടിട്ട് ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. മീൻസ് 5 മണിക്കൊക്കെ, ചെറിയ കുട്ടികൾ നടത്തുന്ന 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഞങ്ങൾ 3 സഹോദരിമാർ ഇതേ മാർഗത്തിൽ സറണ്ടർ ആയവരാണ്. അപ്പൊ മൂത്ത ചേച്ചി പ്രസാദം ഉണ്ടാക്കും, പിന്നെ രണ്ടാമത്തെ ചേച്ചി പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്യും, ഞാൻ പോയിട്ട് പൂക്കൾ എടുത്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അച്ഛൻ കുളിച്ചു വരും, സഹോദരങ്ങൾ ബാക്കി കുളിച്ചു വരും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ജപിച്ച് ദീപാരാധനയൊക്കെ നടത്തി ഞങ്ങൾക്കൊക്കെ പൊട്ട് തൊട്ട് തന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭസ്മൊക്കെ ഇട്ട് തന്നിട്ടാണ് അച്ഛൻ ജോലിക്ക് പോയത്. 5:30 അച്ഛൻ ജോലിക്ക് പോകുമായിരുന്നു. അപ്പം അച്ഛൻ ജോലിക്ക് പോകും മുന്നേ ഇതെല്ലാം ഞങ്ങളുടെ ഭക്തിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ പോയിരുന്നത്. അപ്പം അതുകൊണ്ട് രാവിലെ സന്ധ്യയ്ക്കാണെങ്കിൽ സൂര്യാസ്തമനത്തിന് മുന്നേ വിളക്ക് വെക്കുക, രാവിലെ സൂര്യോദയത്തിന് മുന്നേ വിളക്ക് വെക്കുക, സന്ധ്യയ്ക്ക് 1 മണിക്കൂർ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുക. പിന്നെ ഈശ്വരന് ആഹാരം എന്തുണ്ടാക്കിയാലും, ചായയും കാപ്പിയും ഒഴികെ ബാക്കി എന്തുണ്ടാക്കിയാലും അത് ആദ്യം ഞങ്ങൾക്കൊരു പൂജാമുറി ഉണ്ട്. ആ പൂജാമുറിയിൽ കൃഷ്ണന് നിവേദ്യം വെച്ച ശേഷം അത് കലർത്തിയിട്ട് ഞങ്ങൾ കഴിക്കാറുള്ളൂ. അങ്ങനെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് കുട്ടിക്കാലം തൊട്ട് വളർന്നു വന്നത്. പിന്നെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിലുമൊക്കെ അച്ഛൻ ഭാഗവതം വായിക്കും. അപ്പൊ അച്ഛൻ ഭാഗവതം പൂജാമുറിയിൽ ഇരുന്ന് വായിക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്തും പുൽപ്പായിട്ടിരുന്ന മക്കളൊക്കെ ഈ പാരായണം കേട്ടിട്ടാണ് വളർന്നത്. അപ്പൊ ഈ കുട്ടിക്കാലത്ത് എല്ലാ സമയത്തും എനിക്ക് ഭാഗവതത്തിനുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിരുന്നു ധ്രുവൻ.
കുഞ്ഞുനാളില് അച്ഛന്റെ സ്നേഹം കിട്ടാത്തതിന്റെ പേരിൽ അച്ഛന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി രാജാവിന്റെ പുത്രനാണ് കഥയിൽ പറയുന്നത്. അപ്പൊ രണ്ടാനമ്മ ഈ കുഞ്ഞിനെ മടിയിലിരുത്താൻ സമ്മതിച്ചില്ല. 2 ഭാര്യമാരുണ്ടായി. മൂത്ത ഭാര്യയുടെ മകനാണ് ധ്രുവൻ. അപ്പൊ അതുകൊണ്ട് ആ സങ്കടം വന്ന അമ്മോട് പറഞ്ഞപ്പോ പറയും, നീ പോയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല മോനെ, നീ പോയിട്ട് നാരായണനോട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ അത് പ്രേരണ കിട്ടിയിട്ട് ഈ കുട്ടി തപസ്സിന് വേണ്ടി പോവുകയാണ്. ചെറിയ മോനാണ്. അപ്പൊ പോകുന്ന സമയത്ത് അവന് നാരദമുനി ഉപദേശിച്ചു കൊടുക്കും ഓം നമോ നാരായണായ പറയാനായിട്ട്. അങ്ങനെ അവൻ പോയി കാട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവസാനം വിഷ്ണുവിൻ്റെ സാക്ഷാത്കാരം കിട്ടി. അങ്ങനെ വിഷ്ണു അവനോട് പറയുകയാണ്, നിന്റെ അച്ഛൻ്റെ മടിയിലിരുത്തിരിങ്ങി എന്താ ഞാൻ നിന്നെ എൻ്റെ മടിയിലിരുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മോഹത്തിൽ നിന്ന് അവനെ മുക്തനാക്കി. അപ്പോൾ പിന്നീടാണ് ധ്രുവ നക്ഷത്രം എന്ന പേരിൽ ഇപ്പോഴും ആകാശത്തൊരു നക്ഷത്രം ധ്രുവ നക്ഷത്രം എന്ന് പറയുമല്ലോ, മോർണിംഗ് സ്റ്റാർ. അപ്പൊ അത് ആ ഒരു സങ്കല്പം പുരാണ കഥയിൽ അങ്ങനെയാണ്. അപ്പൊ ഈ കഥയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും പറയും, ധ്രുവൻ അത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു വലിയ കാര്യം നേടിയെടുത്തു. എനിക്ക് ഭഗവാനെ മന്ത്രം ഒന്നും പറഞ്ഞുതരാൻ ആരുമില്ല. എന്നിരുന്നാലും ആ 13 വയസ്സാകുമ്പോഴത്തേക്ക് എനിക്ക് ഈശ്വരനെ ഒന്ന് തപസ് ചെയ്യാൻ ഒരു വഴി കിട്ടണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ദേവി മഹാഭാഗവത്തിന്റെ ചട്ടയം ഉണ്ടാവണ മന്ത്രങ്ങളെല്ലാം അറിയുന്ന പോലെ നോക്കും, 16,000 വട്ടാക്കാൻ നോക്കും. അങ്ങനെയൊക്കെ കുഞ്ഞുനാണ്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. 8 വയസ്സോ 9 വയസ്സൊക്കെ ഉള്ള സമയം അമ്മ എൻ്റെ ഏറ്റവും വലിയ അച്ഛനും അമ്മയും ഒരുപോലെയാണ്. എന്നാൽ അമ്മയാണ് എൻ്റെ ആരാധന ആയിരുന്നത്. അമ്മയിൽ നിന്നാണ് ഞാൻ ധൈര്യം എന്തെന്നുള്ളത് കണ്ടത്. അമ്മയിൽ നിന്നാണ് വിശ്വാസത്തിൻ്റെ ശക്തി കണ്ടത്. കുറേ അനുഭവങ്ങളുടെ ജീവിതത്തിൽ പറയാൻ. അച്ഛനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർമാരൊക്കെ ഇനി രക്ഷപ്പെടില്ല പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. ഹെർണിയുടെ ഓപ്പറേഷൻ നടന്നത്. ബാക്കി എൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അപ്പം ആ സമയത്ത് ഞങ്ങൾ ഒരു ആശ്രമത്തിലേക്ക് പോകുമായിരുന്നു, ഒരു മഠത്തിൽ, ദർശന മഠം. അപ്പൊ ഈ രക്ഷയില്ല എന്ന് പറഞ്ഞ അച്ഛനെ വീട്ടിലേക്ക് അയച്ച അമ്മായിമാരെല്ലാവരും വന്ന് കരച്ചിലാണ് വീട്ടിൽ. അപ്പൊ അമ്മ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തൊരു എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണ കാച്ചിടാൻ വേണ്ടിയിട്ട് അമ്മ മരുന്ന് തെപ്പി നടക്കുക. അപ്പൊ എല്ലാവരും അമ്മയെ കുറ്റം പറയുക. ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ അമ്മയുടെ വിശ്വാസത്തിന്റെ ശക്തി അത് അവിടെ കൊണ്ടുവന്നും ആ എണ്ണ ഇട്ട ശേഷം അച്ഛൻ്റെ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ മുറിവിൽ ഒരു കെട്ട് പഞ്ഞി വെച്ച് തുന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് കുഴപ്പമുണങ്ങാതിരിക്കുന്നുണ്ടായിരുന്നത്. അത് അതിലൂടെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അച്ഛൻ പിന്നെ വീണ്ടും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ വിശ്വാസം എന്തെന്ന് ഞാൻ കണ്ടത് എൻ്റെ അമ്മയിലാണ്. പ്രാർത്ഥനയുടെ ശക്തി കണ്ടത് അമ്മയിലാണ്. സമർപ്പണം ഞാൻ കണ്ടത് അമ്മയിലാണ്. മാതാപിതാക്കളാണ് ഏറ്റവും നല്ല മാതൃകകൾ എന്ന് പറയുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ സ്പിരിച്വാലിറ്റി എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ആവുന്നത്. പിന്നെ എൻ്റെ 13ാമത്തെ വയസ്സ് ഞാൻ ആഘോഷിക്കുന്നത്. അത് ഞാൻ പറയുമായിരുന്നു എന്ന് വെച്ചാൽ 13 വയസ്സിലാണ് എൻ്റെ കുഞ്ഞു മനസ്സിലാകുന്ന റെക്കോർഡായത്. 13 വയസ്സിലാണ് ധ്രുവന് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയത്. അപ്പൊ ഞാൻ അന്ന് എന്നും പ്രാർത്ഥിക്കും, 13ാമത്തെ വയസ്സിൽ എനിക്ക് തപസ്സിനുള്ളൊരു വഴി നീ കാണിച്ചു തന്നേ പറ്റൂ. നീ കേട്ട കാലം തൊട്ട് എത്രയോ വർഷം പ്രാർത്ഥിച്ചു. അക്യുറേറ്റ് 13ാമത്തെ എൻ്റെ പിറന്നാൾ ഞാൻ ആഘോഷിച്ചത് ബ്രഹ്മകുമാരി സെന്ററിൽ 7 ദിവസത്തെ ബേസിക് കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ റീബർത്ത് ആയിട്ടാണ് കണക്കാക്കുക. എൻ്റെ 7ാമത്തെ ദിവസത്തെ കോഴ്സും എൻ്റെ 13ാമത്തെ പിറന്നാളും ദ സെയിം ആയിരുന്നു. അടിപൊളി സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ഓക്കെ, അതുവരെ സിസ്റ്റർ ഫോളോ ചെയ്തിരുന്നത് റിലീജിയസ് ആയിട്ടുള്ള ഹിന്ദു റിലീജിയന്റെ പറയുന്ന നാമജപം, ഭക്തി, പൂജ, ആരാധന, മാല കെട്ടിച്ചാർത്ത് പ്രസാദം സമർപ്പിക്കുക. അപ്പൊ ഇപ്പൊ ബ്രഹ്മകുമാരീസിൽ നിൽക്കുമ്പോൾ നമ്മളൊരു രാജയോഗ ലെവലിലാണ് പോകുന്നത്. അപ്പം ഈ രണ്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് ആണെങ്കിലും ഒരുപാട് ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഈ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൽ ഇപ്പോഴും ഡൗട്ട്ഫുൾ ആയി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇപ്പം ഈ ഒരു ചാനലിലേക്ക് വരാൻ പറ്റുക? കാരണം ഇങ്ങനെ ഒരു സംഭവം സ്പിരിച്വാലിറ്റി ഉണ്ട് എന്നറിയാം, പക്ഷെ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ ഒരു ഉണ്ടോ എന്ന ഡൗട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഒരു ഫെയ്ത്തിന്റെ ഒരു പവർ കുറവായിരിക്കാം അത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് സിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് എന്താണ് പറയാനുള്ളത്? ഇത് ശരിക്കും പറഞ്ഞോ ഒന്നിന്റെ ഡീപ്പാണ്, ഭക്തിയുടെ ഡീപ്പാണ് ശരിക്കും രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഭക്തിയിലായിരുന്ന സമയത്ത് ഭക്തിയുടെ പ്രിൻസിപ്പിൾ പറയുന്നത് ലവ് ആൻഡ് ഡിവോഷൻ എന്നാണ്. ഒരു പെർഫെക്റ്റ് മോഡൽ ഭക്തിയിൽ കാണിച്ച മീരനെയാണ് പറയുക. മീരയ്ക്ക് വിഷം കൊടുത്തു, പാമ്പിന്റെ വിഷം കൊടുത്തു. അപ്പൊ മീര ആ വിഷം കിട്ടുന്ന സമയത്ത് മീരയോട് പറഞ്ഞത് എന്തായിരുന്നു? ഇത് നിന്റെ കൃഷ്ണന്റെ പ്രസാദാന്ന് വെച്ചാൽ നീ അങ്ങ് കുടിച്ചോ എന്ന് പറഞ്ഞു. ഭർത്താവാണ് കൊടുക്കുന്നത്. അപ്പൊ ആ വിഷം കയ്യിലെടുത്തിട്ട് മീര കൃഷ്ണനോട് പറഞ്ഞു, നിന്റെ പ്രസാദമാണെങ്കിൽ അത് എനിക്ക് എന്തും സ്വീകാര്യം, അതിന് കുടിക്കുകയാണ്. ആ വിഷം മീരയ്ക്ക് ഏറ്റില്ല. മീരയെ കൊല്ലാൻ വേണ്ടിക്കൊണ്ട് ഒരു സർപ്പത്തിന് ഒരു കൊട്ടയിൽ അടച്ചു കൊടുക്കുകയാണ്. മീരയോട് പറഞ്ഞു, നിങ്ങൾ ആ പൂജാമുറിയിലുള്ള, അതായത് അമ്പലത്തിന്റെ ഉള്ളിൽ ശ്രീകോവിൽ മാത്രമേ തുറക്കാവൂ, അത്ര സുഗന്ധമുള്ള പുഷ്പമാണെന്ന്. അവിടെ കൊണ്ടുപോയി തുറന്നപ്പോൾ ആ വിഷപ്പാമ്പ് പൂമാലയെ മാറിയിട്ടുണ്ടായിരുന്നു.
അപ്പം അതുകൊണ്ട് ഡിവോഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും ചെയ്യുന്നുവെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തി അത് നിങ്ങളിലേക്കായി മാറിയിട്ടുണ്ടാവും. ഇതാണ് ഭക്തിമാർഗം എടുത്ത് പറയുന്നത്. നമ്മൾ ഈ ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൽ എനിക്കിതിന് 100% സ്വീകരിക്കാൻ പറ്റിയത് എൻ്റെ മനസ്സിൽ ദേവീദേവന്മാരെ കുറിച്ച് ഞാൻ കൃഷ്ണഭക്തി പറഞ്ഞാൽ ഉണ്ണുമ്പോൾ കൃഷ്ണൻ, ഉറങ്ങുമ്പോൾ കൃഷ്ണൻ, ആകാശത്ത് മേഘം കാണുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു കൃഷ്ണനെ കാണാൻ പറ്റിയെങ്കിലോ. ഈ ഒരു ആശ്രമത്തിൽ ഞാൻ പോകണു പറഞ്ഞല്ലോ, അപ്പൊ അവിടെ ഇങ്ങനെ ഭക്തന്മാർ വന്ന് പറഞ്ഞു വെക്കും ആൽമരത്തുമ്മ കൃഷ്ണന്റെ കാല് കണ്ടു, ഓടക്കുഴൽ നാദം കേട്ടു. അപ്പൊ ഞാനിങ്ങനെ മണിക്കൂറിലോളം കൃഷ്ണന്റെ വിഗ്രഹം നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കത് മെഡിറ്റേഷൻ എന്ന് അറിയൊന്നുമില്ലായിരുന്നു. ഒരു മഠത്തിൽ പോകുന്നിടത്ത് അവിടെ ഇങ്ങനെ ഉപദേശം നടക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണെന്ന് 8-9 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് കൃഷ്ണനെ നോക്കി ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുമായിരുന്നു, കൃഷ്ണ അവരുടെ അടുത്തൊക്കെ നീ അങ്ങനെയൊക്കെ വന്നു, എൻ്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങി വാ എന്നിങ്ങനെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ചോദിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് പക്ഷെ അപ്പോഴൊരു വിഷമം എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന കൃഷ്ണൻ വിഗ്രഹമല്ലെന്നറിയാം, പക്ഷെ വിഗ്രഹമായിരുന്നു. ചില നിമിഷങ്ങളിൽ പെട്ടെന്ന് കണ്ണിനൊരു ചിത്രം തോന്നി, ഇതൊന്നും തെന്നി വീണിട്ട് അത് വെച്ച ആ ഒരു സ്ഥലത്തുനിന്ന് ഈ വിഗ്രഹം വീഴുന്നതായിട്ട് തോന്നി. അതൊരു തകർച്ച. അപ്പൊ മനസ്സ് ഭയങ്കരമായിട്ട് പേടിക്കും, അയ്യോ എൻ്റെ കണ്ണന്റെ രൂപം തകർന്നു പോയി. പക്ഷെ എനിക്ക് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ വന്നപ്പോൾ ഏറ്റവും വലിയ ഉൾക്കാഴ്ച കിട്ടിയത് ഞാൻ ആ സ്നേഹിച്ചിരുന്ന കൃഷ്ണന്റെ സ്നേഹത്തിന് ഒരു അംശം പോലും ഈ കൃഷ്ണനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റില് ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്ക് ഫലം തരുന്ന ആളുമായിരുന്നു ഞാൻ ചെയ്തിരുന്ന ഭക്തിയുടെ സമയത്ത്. ഇപ്പൊ എനിക്ക് ഡിവോഷൻ കൂടിയിരിക്കുക. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കൃഷ്ണൻ എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. സർവ്വഗുണ സമ്പന്നനായ 16 കലാ സമ്പൂർണനായ അങ്ങനെ സമ്പൂർണ്ണ നിർവികാരിയായിരിക്കുന്ന സമ്പൂർണ്ണ ദേവതയാണ്. ആ ദേവതയുടെ സാമ്രാജ്യത്തിലേക്ക് ജന്മം എടുക്കാൻ അവരെ കൂടെ വരാൻ വേണ്ടിക്കൊണ്ട്, അഥവാ അവരെ പോലെ ആകാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് അവരെ പ്രാർത്ഥിച്ച് ഫലം തരാൻ ചോദിക്കാൻ എളുപ്പമാണ്. അവരുടെ ക്വാളിറ്റി നമ്മളുള്ളിൽ കൊണ്ടുവരണമെങ്കിൽ അതാണ് രാജയോഗ മെഡിറ്റേഷൻ. അപ്പൊ നമ്മുടെ ഭക്തി കുറയല്ല ചെയ്യുന്നത്, അതെന്റെ പെർഫെക്ഷനിലേക്ക് പോകും. അപ്പോൾ അത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. കാരണം റിലീജിയസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവത്തിന് പലതും നമ്മൾ സ്പിരിച്വാലിറ്റി വഴി പോകുന്ന സമയത്ത് അതിനെന്തിനായിരുന്നു ചെയ്തെന്നുള്ള ഡെപ്ത് മനസ്സിലാവുക. അങ്ങനെയാണ് ഞാനിപ്പോൾ മഹാഭാരതം വായിക്കാറുണ്ട്, രാമായണം വായിക്കാറുണ്ട്, മഹാഭാരതം വായിക്കാറുണ്ട്, എല്ലാം ഞാൻ വായിച്ചു പഠിക്കാറുണ്ട്. എന്തൊക്കെ പുരാണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ഇതിൻ്റെ ഒക്കെ ഉള്ളിലൊരു നമുക്ക് പറയാൻ ഒരു സന്ദേശമുണ്ട്, ഒരു സീക്രട്ട് ഉണ്ട്, സ്പിരിച്വൽ സീക്രട്ട്. അത് മനസ്സിലാവണേ നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ആവണം. ഈ തേർഡ് ഐ ഓപ്പൺ ആയിട്ടാണ് നമുക്ക് മെഡിറ്റേഷനിൽ കിട്ടുന്നത്. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒക്കെ പിന്നീട് ഇത്രയും വലിയ രഹസ്യങ്ങൾ, ഇത്രയും വലിയ ഗൈഡൻസ്, ഇതൊക്കെയാണ് തേർഡ് ഐ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഇതിൽ കാണുന്ന പല ആൾക്കാർക്കും അതിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പം അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും. എന്താണ് ഒരു വളരെ തീരെ എന്താ പറയാ ജസ്റ്റ് ബേസിക് ആയിട്ട് സ്പിരിച്വാലിറ്റി അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബ്രഹ്മകുമാരീസിന്റെ പെർസ്പെക്റ്റീവ് തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോഴേ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ തേർഡ് ഐ ഓപ്പൺ ആക്കി തരാമെന്ന്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നിർമ്മൽ ബൈക്കും തേർഡ് ഐ ഓപ്പൺ ആയ അറിയാം. എന്നിരുന്നാലും ഞാൻ പറയാം, ഈ തേർഡ് ഐ എന്ന് വെച്ചാൽ നമ്മുടെ ഉൾക്കാഴ്ചയാണ്, അകക്കണ്ണാണ്. അതില്ലാത്ത ആരുമില്ല. ഏതെങ്കിലും അമ്മമാരുടെ മക്കൾ വിദേശത്താന്ന് വിചാരിക്കും. ഇപ്പോൾ യുദ്ധം തുടങ്ങിയ സമയത്ത് ബഹ്റൈനിലോ ദുബായിലോ എല്ലാം ഉള്ള മക്കളുടെ അമ്മമാർ ആ മക്കളെ രാവിലെയും പകലും ഉച്ചയ്ക്കും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. എസ്പെഷ്യലി ആ നാട്ടിൽ എന്തെങ്കിലും കാര്യം കേട്ട് കഴിഞ്ഞാൽ ആ അമ്മ പൂർണ്ണമായിട്ട് ആ മകനെ കാണുകയായിരിക്കും ചെയ്യുന്നത്. അവൻ്റെ ഓഫീസ് കാണുന്നുണ്ടോ, അവൻ ചൊയ്യായിരിക്കാവോ, അവൻ വണ്ടി ഓടിക്കാവോ, അതുണ്ടാവോ കാണുന്നുണ്ടല്ലോ. ഏത് കണ്ണുകൊണ്ടാ? അകക്കണ്ണുകൊണ്ടാ. നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴും ബൈൻ്റെ ഓഫീസ് കാണാൻ പറഞ്ഞാൽ ബൈക്ക് കാണാൻ പറ്റും ഉള്ളില്. ആ കാഴ്ചയാണ് ശരിക്കും തേർഡ് ഐ എന്ന് പറയുന്നത്. അത് വേറൊരു വിഷ്വലൈസേഷൻ അല്ല. എൻ്റെ വീട് ഞാൻ അകക്കണ്ണുകൊണ്ട് കാണുന്നു, വീടുള്ളതാണ്. വേണമെങ്കിൽ പണ്ട് മുത്തശ്ശിമാരും കഥയൊക്കെ പറഞ്ഞിരുന്നു, ഡ്രാഗൺ, തീ തുപ്പുന്ന ഡ്രാഗൺ. അതൊരു ഇമാജിനേഷൻ ആണ്. റിയാലിറ്റിയിലൂടെ കാണുന്ന സമയത്ത് അകക്കണ്ണുകൊണ്ട് കാണുമ്പോൾ അതാണ് ശരിക്കും തേർഡ് ഐ ഓപ്പണിങ്. പക്ഷെ അത് ക്ലിയർ ആവുമ്പോൾ എപ്പോഴേ ആവുള്ളൂ ഈ ദേഹം അല്ല നമ്മളെന്നുള്ളത് നമ്മുടെ യഥാർത്ഥമായിരിക്കും. അപ്പോഴാണ് അത് ആ കണ്ണുകൊണ്ട് നമുക്ക് ഈശ്വരനെ കാണാനും അതുപോലെ നമ്മളുടെ കാര്യങ്ങളെ കാണാനും കുറച്ച് റെഗുലർ പ്രാക്ടീസിലൂടെ നമ്മുടെ ആ ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാനും വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലിയർ ടച്ചിങ് കിട്ടാനും ഇതൊക്കെയാണ്. അല്ലാതെ തേർഡ് ഐ എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ അമേരിക്കയിൽ എന്നാ അങ്ങനെ കാണാൻ പറ്റുന്നവരുണ്ട്. അത്ര ലെവലിൽ എത്തുന്നവർക്ക് പറ്റും. സാധാരണ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ അത് വേണ്ടാത്തതാണ്, അതായത് നമുക്കൊന്ന് തടയാനുള്ള ഒരു മനോഭാവം, വേണ്ടാന്നൊരു തോന്നല്, നമ്മുടെ മനസ്സ് ഈ കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ പോലും അത് വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ നോർമൽ ലൈഫിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നമുക്ക്
ഈ രാജയോഗ മെഡിറ്റേഷന്റെ പ്രാക്ടീസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇതാണ്, സെൽഫ് റിയലൈസേഷൻ ആണ്. അപ്പൊ അത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈസി ആയിട്ട് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഈ തേടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് നോളജിന്റെ ബേസ്. സാധാരണ എന്താ പറയുക, പറഞ്ഞപ്പോ നമ്മള് ഇപ്പൊ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ഇപ്പൊ തേടൈ എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ തേടൈ ഒരു ചക്രയുണ്ട്, ആ ചക്ര ഓപ്പൺ ചെയ്ത് അപ്പൊ ആ ലെവലിലാണ് തേടൈ ചക്രമുണ്ട്. അതെ, അപ്പൊ അതും അപ്പം ഈ ഒരു പെർസ്പെക്റ്റീവും കൂടി എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? അതെന്തുകൊണ്ടാണെന്നറിയോ, നമുക്ക് രണ്ട് വിധത്തിൽ നമ്മുടെ എനർജീനെ യൂസ് ചെയ്യാം. ഈ സോൾ എന്ന് പറയുന്ന ഒരു എനർജിയാണ്. നമുക്ക് ഏത് എനർജീനെ, ഇപ്പം നമ്മൾ വെള്ളം വരുന്ന സമയത്ത്, ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡാമിലെ വെള്ളം അത് വരുന്ന സമയത്ത് ആ വെള്ളത്തിനെ പെർഫെക്റ്റ് വേയിൽ കൺട്രോൾ ചെയ്ത് എന്തിനുപയോഗിക്കണം ആഗ്രഹിക്കും നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ വഴിതിരിച്ചു വിട്ട് വേണമെങ്കിൽ കൃഷിക്കോ കാര്യങ്ങൾക്കോ ഗൃഹ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാം. ഒരു നദിയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 30 കോടി ദൈവങ്ങളുള്ള പോലെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് എനർജി ആണല്ലോ, അതുപോലെയാണോ? ഈ 30 കോടി ദേവതമാരെ പറയുമ്പോൾ അത് വലിയൊരു സീക്രട്ട്. ഈ രണ്ടും ഒന്നിച്ച് പറയാൻ പറ്റില്ല. കാരണം അതിപ്പോ സാധാരണ ഇപ്പം നമ്മള് ഇസ്ലാമിലാണെങ്കിലും അള്ളാഹ്, അല്ലെങ്കിൽ എന്താ പറയുക ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ഗോഡ് ദ ഫാദർ. ഇപ്പം ഹിന്ദുയിസത്തിൽ പല വെറൈറ്റി ഉണ്ട്. ഇപ്പം പണം വേണമെങ്കിൽ ലക്ഷ്മി. അപ്പൊ ഇപ്പൊ ഈ ഡാമിന്റെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ഈ ഡാമിൽ നിന്ന് വെള്ളം വരുന്നതിൽ അതിൽ പണത്തിന് വേണ്ട ഒരു പ്രോസ്പെരിറ്റി പരമായിട്ടുള്ള ചാനലിലാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ പവർ എന്ന രീതിയിൽ നമ്മൾ ഹനുമാനെയാണോ? അപ്പൊ അങ്ങനെ അതാണോ? ഞാനപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിലെ എന്താണ് വർഗീസ് പുണ്യാളൻ അവിടെയുണ്ട്. ഇസ്ലാം ധർമ്മത്തിലും ഉണ്ടല്ലോ, ഇന്ന സ്ഥലത്ത് പോയി ജാറം മൂടൂ, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന കാര്യം ചെയ്യും, എല്ലായിടത്തും ഉണ്ട്. ഇത് ഈ 33 കോടി ദേവതമാരെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദുയിസത്തിൽ കുറച്ച് കൂടുതൽ അറിയപ്പെടുന്നതേ ഉള്ളൂ. ഇതെല്ലായിടത്തും അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷെ വാസ്തവത്തില് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റിയാലിറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഈശ്വരൻ എന്ന് പറയുന്ന സമയത്ത് ഈ ലോകത്തെ പ്രപഞ്ചത്തിനാകെ ഒരു നാഥനെ ഉണ്ടാവുള്ളൂ. ഒരു കുടുംബത്തിന് ഒരച്ഛനല്ലേ ഉണ്ടാവുക. അതുപോലെ നമ്മൾ പറഞ്ഞ വസുധൈവ കുടുംബകം. ഈ ലോകം ഒരു കുടുംബമാണ്. ആ ഭഗവാന്റെ കുടുംബമാണ് ഈ ലോകം. അവിടെ ഹിന്ദു എന്ന് പേര് വിളിച്ചാലും ക്രിസ്ത്യൻ വിളിച്ചാലും സിഖ് വിളിച്ചാലും പാഴ്സി വിളിച്ചാലും എല്ലാം ആ അച്ഛന്റെ മക്കളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും ആരാധിക്കുന്ന പരമമായിട്ടൊരു ശക്തിയുണ്ട്. ആ ശക്തിയായിരിക്കണം ആര്? ഗോഡ്, സുപ്രീം സോൾ എന്നൊക്കെ പറയുന്ന അവരാണ് പരമമായ ആത്മ. നമ്മള് ക്രിസ്ത്യാനിറ്റിയിൽ പറയുമ്പോൾ ഗോഡ് ഈസ് ലൈറ്റ് എന്ന് പറയുന്നു. റോമില് ലൈറ്റ് ആണല്ലോ ഒരു മെഡിറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇസ്ലാം ധർമ്മത്തിൽ നൂറെ ഇലാഹി എന്ന് പറയുന്നു, അല്ലാഹു പ്രകാശം. ഹിന്ദു ധർമ്മത്തിൽ 33 കോടി ദേവീ ദേവന്മാരും ദേവാദിദേവൻ എന്ന് പറയുന്നത് ശിവനെയാണ്. ആ ശിവന് ജ്യോതിർലിംഗ രൂപത്തിലാണ് പൂജിക്കുന്നത്. ലിംഗം എന്നുള്ള വാക്കിനർത്ഥം രൂപം അല്ലെങ്കിൽ അടയാളം. അപ്പൊ ജ്യോതിർലിംഗം എന്താർത്ഥം? ജ്യോതിയുടെ രൂപം, ജ്യോതിയുടെ അടയാളം. അപ്പൊ അതും വെളിച്ചായി. ഇപ്പൊ നോക്കിയ വല്ലവരും പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. ശരിക്കും നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ അർത്ഥം നമ്മളെ അറിയണം, സ്പിരിറ്റിനെ അറിയണം, സ്പിരിറ്റിന്റെ ആരാണ് അവരെയും അറിയണം. ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, ഈ ആളുകളെ ക്ലാസ്സിന് വരാനൊക്കെ പറയുമ്പേ സമയമില്ല കുറെ ആൾക്കാർ പറയും. പക്ഷെ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം, സപ്പോസ് നമ്മളെങ്ങാനും ദേഹം വിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അവർക്ക് അത് നഷ്ടമായിപ്പോയി, ഇവർ നഷ്ടമായിപ്പോയി, പാവം, അത് പറ്റിയില്ല, ധരിക്കോട്ടെ വിശേഷം. ക്രിമേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ കുറിച്ചാ ചിന്തിക്കുക? അവർക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചോ ഉപേക്ഷിച്ച് പോയത് പങ്കുവെക്കുന്നതിനെ കുറിച്ചോ? അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും സ്ഥലത്ത് അവരെ സട്ടിൽ ബോഡിയിൽ, സൂക്ഷ്മദേഹത്തിൽ അവരെ എങ്ങാൻ കണ്ടു എന്ന് വിചാരിക്കുക, അവരെ ആരും സ്വീകരിക്കാറില്ല. പ്രേതം പേടിയാണ്. ഒരു 10 ദിവസം റെഗുലറായി കണ്ടെന്ന് വിചാരിക്കുക, എന്താ പറയാന്നറിയോ? പ്രേതശല്യം. അതുവരെ നിങ്ങൾ അവർക്ക് എല്ലാതുമായിരുന്നു, നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവർക്കെല്ലാമാണ്. പക്ഷേ ഏത് നിമിഷമാണോ ഈ ഒരു സാധനം, സ്ഥൂല ശരീരം, ഇതിൽ നിന്ന് മാറുന്നത്, ആ നിമിഷം മുതൽ നിങ്ങൾ അവരെ വിട്ടു പോയില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ശല്യമാവും. പിന്നെ അവരന്വേഷിക്കും, ഒരു മന്ത്രവാദിനെ കൊണ്ടുവരണോ, തന്ത്രീനെ കൊണ്ടുവരണോ, കാട്ടിയെ കൊണ്ടുവിടണോ, വെള്ളത്തെ കൊണ്ടൊഴിക്കണോ. തിരുനെല്ലി കൊണ്ടൊക്കെ കാട്ടിയെ കൊണ്ടിട്, തിരുനാവായെ കൊണ്ടൊഴുക്കുക, വെള്ളത്തിൽ ഒഴുക്കുക, ശരിയല്ലേ? കുടത്തിൽ അടയ്ക്കണോ, ആണിയെ തറയ്ക്കണോ, എന്തൊക്കെയോ രീതികളെ മനുഷ്യന്മാർ ചിന്തിക്കും. അപ്പൊ റിയലൈസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ ഉണ്ട്. ഈ ജീവിതത്തിൽ ഇരിക്കുമ്പോഴും ഇത് വിട്ടു പോയാലും ഇനി എവിടേക്കാണെങ്കിലും ആ ഊർജ്ജം, ഊർജ്ജം ഒരിക്കലും നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റും, രൂപപരിവർത്തനേ പറ്റൂ. അതുപോലെ ആത്മാ എന്നുള്ളതൊരു ഊർജ്ജമാണ്.
ആ ഊർജ്ജത്തെ നമ്മൾ നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റും. അതിന്റെ ക്വാളിറ്റിയിൽ കൂടുതൽ കുറവൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെയുള്ള ഞാൻ ആരെന്നുള്ളതായിട്ടുള്ള റിയലൈസേഷൻ ഉണ്ടാവുമ്പോൾ അതിന്റെ പേരാണ് സെൽഫ് റിയലൈസേഷൻ, ആത്മ സാക്ഷാത്കാരം നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാൾക്ക് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ സൂര്യന്റെ നേരെ നമ്മൾ നിഴല്, നമുക്കറിയാലോ നിഴലിനെ പിടിക്കാൻ പോകുന്ന സിസ്റ്റർ പറഞ്ഞ ആ ഒരു ആന്തരിക കാഴ്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നർ വേൾഡിലേക്കുള്ള. അതെ, അതിന്റെ നമുക്ക് പറയാം സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോൾ ചൂട് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും, വെളിച്ചം നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും. സൂര്യന്റെ താഴെ നിൽക്കുക എന്നുള്ളതേ ആവശ്യമുള്ളൂ. അതുപോലെ ലൈഫിൽ തേർഡായി ഓപ്പൺ ആവാന്ന് ചേർത്താം സെൽഫ് റിയലൈസേഷൻ. അതിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ ഒറിജിനൽ ആയിട്ടുള്ള സാധനം എന്താണ്, നമ്മുടെ യഥാർത്ഥ നിധി എന്താണ്, എന്തിലൂടെയാണ് ഇതൊക്കെ ഉണ്ടാക്കപ്പെടുന്നത്. ഒന്നും സ്ഥൂലമായിട്ട് ഉണ്ടാക്കപ്പെടുന്നില്ല, അതെല്ലാം സൂക്ഷ്മമായി ഉണ്ടാകുന്ന സ്ഥൂലവൽക്കരിക്കപ്പെടുകയാണ്. അപ്പൊ സൂക്ഷ്മത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി ഇവിടെ നമ്മൾ ഇന്റേണലി വർക്ക് ചെയ്യുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്യേണ്ടത് പുറത്തല്ല, ഇവിടെയാണ്, ഇവിടെ മനസ്സിലാണ്, ആത്മാവിലാണ്. ആത്മാവിലെ ഗുണങ്ങളെ, ശക്തികളെ നിങ്ങൾ പരിപോഷിപ്പിക്കുമ്പോൾ അതിന്റെ സമ്പൂർണത ഈ പ്രകൃതി അതിന്റെ സമ്പൂർണ്ണ സാധനങ്ങൾ സഹിതം ദാസനെ പോലെ നമ്മുടെ മുന്നിൽ പ്രവർത്തിക്കും. സത്യമാണ്. അപ്പോൾ ഇത് ഒരു സെൽഫ് റിയലൈസേഷന്റെ ആംഗിളിലൂടെയാണ് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞത്. അപ്പൊ ഇതേ സംഭവം തന്നെയല്ലേ നമ്മൾ ഒരു കണക്കിന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലും നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെ മാനിഫെസ്റ്റേഷൻ വെറും സ്കാം ആണോ, അല്ലെങ്കിൽ അത് എന്താണ്, അതിനെക്കുറിച്ചൊരു അഭിപ്രായങ്ങൾ? ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്കാം അല്ല. കാരണം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ എൻ്റെ അനുഭവം, എന്റെ കുഞ്ഞുനാളില് എനിക്ക് അന്ന് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ നാളെ അതിനെ കുറിച്ച് ചിന്തിക്കണം എന്നറിയില്ല, പഠിക്കണം എന്നറിയില്ല. ആ കുഞ്ഞു മനസ്സിന്റെ ഉള്ളിലെ 8-9 വയസ്സുള്ള സമയത്താണ് എൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹം. അതിനുവേണ്ടി ദേവി മഹാഭാഗത്തിനുള്ള ചട്ടമുള്ളതായിട്ടുള്ള മന്ത്രം ജപിക്കുന്നു. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് കോൺവെന്റിൽ സമയം കിട്ടി അവിടെ ഇരുന്ന് ജപിച്ചു നോക്കും. എനിക്കൊരു സിദ്ധി, ഒരാഗ്രഹം, നമുക്ക് ഒരു ജീവാത്മാവിന്റെ ഉള്ളിൽ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും, ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതുപോലെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുഞ്ഞുനാൾ മുതൽ ആഗ്രഹം എന്താ അറിയോ, തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ കൂട്ടുകാരിയുടെ ഏട്ടൻ, ഞങ്ങളുടെ വീട്ടിൽ 7 മക്കളാണെങ്കിൽ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരി ഉണ്ടായി, ക്ലാസ്മേറ്റ് ആയിട്ടുള്ള. അവരുടെ വീട്ടിൽ 13 മക്കളായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടല്ലോ ഏതെങ്കിലും കുറച്ച് 6 ആൺപിള്ളേരാണ് അവരുടെ വീട്ടില്, കുറച്ച് വലിയ കുട്ടികളുണ്ട്. ആരെങ്കിലും ഒരാൾ കുറച്ച് മദ്യപിച്ചിട്ടൊക്കെ വന്നിട്ട് വീട്ടിൽ ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ രാത്രി അവരുടെ വീട്ടിൽ നിന്ന് കരച്ചിലും ബഹളമൊക്കെ കേൾക്കാം. നമ്മുടെ വീട്ടിലും സഹോദരങ്ങളൊക്കെ ഓടിപ്പോ, അച്ഛനൊക്കെ ഓടിപ്പോ സഹായിക്കാനൊക്കെ പോകുന്ന കാണാം. രാവിലെ ഞങ്ങളുടെ വീട്ടിൽ പശുക്കൾ ഉള്ളതുകൊണ്ട് പാല് വാങ്ങാൻ വേണ്ടിക്കൊണ്ട് അവളുടെ അമ്മ വരും, അമ്മ അല്ലെങ്കിൽ ചേച്ചിമാരാരെങ്കിലും വരും. അപ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടാണ് വരിക. അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ, ഈ ദേവീ ഭാഗത്തൊരു ശ്ലോകം, ഒരു മന്ത്രമുണ്ട്, ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിനി സ്വാഹ എന്ന് ചട്ടയം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വായിച്ചിട്ടുണ്ട് ആ പ്രായത്തിൽ ഇതൊക്കെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രം 36,000 വട്ടം ഉരുവിട്ടാൾ മനുവായി എന്ന്. മനു മീൻസ് സങ്കല്പ സിദ്ധിയുള്ള മനുഷ്യൻ. അപ്പൊ ഞാൻ ഈ മന്ത്രം ജപിക്കുന്ന എന്തിനായിരുന്നു അറിയോ, ഈ സിദ്ധി അങ്ങ് നേടിയിട്ട് വേണം ചേട്ടന്റെ പണി കൊടുക്കല് ശരിയാക്കാൻ. ഈ മോഹൻ എന്നാണ് ആ ചേട്ടനെ കുറിച്ചൊരു ഏട്ടന്റെ പേര്. അപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ ഈ സിദ്ധി നേടി വന്നിട്ട് ഞാൻ വിചാരിക്കും മോനേട്ടൻ ശരിയാവട്ടെ, പ്രശ്നം തീർന്നു. വേറെ അപ്പുറത്തൊരു വീടുണ്ട്, അജിതേട്ടൻ ശരിയാവട്ടെ, അവരുടെ വീട്ടിലെ പ്രശ്നം തീർന്നു. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും, നമ്മൾ സാധാരണ ഫാമിലിയാണ്, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ചേട്ടൻ, അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ ഈ സിദ്ധി നേടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഏട്ടൻ ഉണ്ടാവട്ടെ, ഓ ശാന്തമായി. ഇങ്ങനെ എനിക്ക് അപ്പൊ നമുക്കൊരു, ഞാൻ പറഞ്ഞ ഉള്ളിലുള്ളൊരു തേസ്റ്റാണ് നമുക്ക് എല്ലാവരും സഹായിക്കണം എന്നുള്ള വിചാരം. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം സ്പിരിച്വൽ പാത്തിൽ എനിക്ക് വരണമെങ്കിൽ തന്നെ എനിക്ക് നല്ലൊരു ഹാർട്ട് ചക്ര വേണം. അതെ, അപ്പോൾ അത് തന്നെയാണ് സിസ്റ്റർ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനത്തെ ഒരു തോട്ട്സ് വരും, എങ്ങനെയെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം. ഈ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് സ്നേഹമാണല്ലോ. സ്നേഹമാണ്, അതെ. അത് എപ്പോഴും എന്താ പറയുക, ഔട്ടർ ഫ്ലോ ചെയ്തല്ലേ പറ്റും. അതെ അതെ. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പാത്ത് ഞാൻ സെലക്ട് ചെയ്ത് വന്നത് തന്നെ എൻ്റെ ലൈഫിൽ. അപ്പൊ ശരിക്കും പോയി കഴിഞ്ഞാൽ ഏതൊരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളതായിട്ടുള്ള ഈ ഗുണങ്ങൾ ഡെവലപ്പ് ആവുന്ന ഒരു സെറ്റ് വന്നാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൻ്റെ ഉള്ളിലേക്ക് എല്ലാ കാര്യങ്ങളും വന്നെത്തി കയറുന്ന ഒരു കാര്യം വരും. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പറഞ്ഞില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഏതൊരു കാര്യം നിങ്ങൾ നിരന്തരമായി ചിന്തിക്കുന്നു അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ഓർ പോസിറ്റീവ്. എൻ്റെ അടുത്തൊരു പെൺകുട്ടി ചോദിച്ചിരുന്നു, സിസ്റ്റർ എൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു, അപ്പം ഞാൻ കഷ്ടപ്പെട്ടാണ് അമ്മേനെ വളർത്തി ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഉറപ്പിച്ചിരുന്നു ഒരിക്കലും മദ്യപിക്കുന്ന ഒരാളെ ഞാൻ മാരേജ് ചെയ്യില്ല. അച്ഛൻ ഓരോ പ്രാവശ്യവും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിന്തിക്കുക എന്താണ്, ഞാൻ ഒരിക്കലും മദ്യപാനിയായിട്ടുള്ള ഒരാളെ മാരേജ് ചെയ്യില്ല. ഞാൻ മാരേജ് ചെയ്തത് ഒരു മദ്യപാനിനെ, അറിയില്ലായിരുന്നു. പക്ഷെ ഈ കുട്ടി കണ്ടത് എന്തായിരുന്നു,
ഇല്ല എന്നൊരു സാധനത്തിനൊരു ചിത്രമില്ലല്ലോ. സബ് കോൺഷ്യസ് ലെവലിൽ അവളുടെ ഉള്ളിൽ മുഴുവൻ കണ്ട ചിത്രം മദ്യപാനിയാണ്. അവളുടെ ലൈഫിൽ വന്നത് മദ്യപാനി. നല്ല ലോ ഓഫ് അട്രാക്ഷൻ അവിടെ കിട്ടാനല്ലേ. പോസിറ്റീവ് അങ്ങനെയാണ്, ബൈ നെഗറ്റീവ് അങ്ങനെയാണ്. നിരന്തരമായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനൊരു പ്രാവശ്യം കൊയിലാണ്ടി സെന്ററിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് ഈ സെന്ററിലേക്ക്, ഞങ്ങൾ ഇവിടെ നിന്നാണ് കൊയിലാണ്ടി പോയിരുന്നത്. അപ്പോൾ വെസ്റ്റിയിൽ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ആ വെസ്റ്റിൽ സെന്റർ നമ്മുടെ ജംഗ്ഷനില്ലേ, ചുങ്കം ജംഗ്ഷൻ, ആ ചുങ്കം ജംഗ്ഷനിൽ ഒരു വാടക വീട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു നാടക കമ്പനി എന്ന വർക്ക് ചെയ്തിരുന്നു. അവിടെ പേര് വെച്ചിട്ടുണ്ടായിരുന്നു ചിരിയുടെ തമ്പുരാൻ, ഒരു ബോർഡായിട്ടുണ്ടായിരുന്നു. ഈ ബോർഡ് കാണുമ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും, ബസ് അവിടെ നിർത്തിയിട്ട് ഇതിലെങ്ങനെ വരുമ്പോൾ ഇവിടെ ബ്രഹ്മകുമാരൻ ഒരു ബോർഡ് വെച്ച സുഖമായിരുന്നു എന്ന്. അപ്പൊ ഞങ്ങൾ വീട് മാറാൻ വേണ്ടി കൊണ്ട് അന്വേഷിച്ച ഒരാൾ പറഞ്ഞു ചുങ്കത്തൊരു വീടുണ്ട്. പോയി നോക്കുമ്പോ സെയിം വീട് അറിയാലേ. അവിടുന്ന് അതെ, അവിടെ അന്ന് കുറച്ച് താമസിക്കുമ്പോൾ ഈ ബസ് നിർത്തുമ്പോൾ ഓൾറെഡി കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. 2 വീട് അപ്പുറത്താണെങ്കിൽ സുഖമായിരുന്നു. അതിങ്ങനെ വിചാരിച്ച് അവിടെ നിന്നും വീട് മാറാൻ വേണ്ടി അധ്വാനിച്ചപ്പോൾ 2 വീട് അപ്പുറത്തൊരു വീടുണ്ട്, 2 വീട് അപ്പുറത്ത് മാറി. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഏത് കാര്യം ചിന്തിക്കുന്നു അത് വരും. പക്ഷെ എന്തുകൊണ്ട് ഈ നടക്കുന്നില്ല എന്ന് പറയുന്നവരുടെ പ്രശ്നം എന്താ അറിയോ? ഒന്നാമത്തെ കാര്യം, കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനം അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഏതൊരു കാര്യം നേടണമെങ്കിൽ 1 വർഷം പഠിച്ചിട്ടാണല്ലോ നമ്മൾ 1-ാം ക്ലാസ് പോലും പാസ്സാവുന്നത്. അപ്പോൾ ലൈഫിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതെനിക്ക് ഒരാഴ്ച ഞാൻ ചെയ്തു. ഞാൻ ഈ BK ഷീബ എന്നൊരു ചാനലുണ്ട് എൻ്റെ, അതിൽ ഞാനിങ്ങനെ 50/5 മെത്തേഡ്, 2 കപ്പ് മെത്തേഡ് ഒക്കെ പറയുമ്പോൾ ചിലർ പറയും സിസ്റ്റർ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു, നടക്കാത്ത കാര്യമാണിത്, വെറും നമുക്ക് പറയാം കമൻസ് അങ്ങനെ വരാറുണ്ട് കുറേ പേര്. അതുകൊണ്ട് അവരുടെ ജീവിതം മാറിയതും പറയുന്നുണ്ട്. അപ്പോൾ മാറിയത് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നോക്കിയാൽ അവർ ഒരു പറഞ്ഞ എൻ്റെ വൈഫും മക്കളും പിണങ്ങിപ്പോയിട്ട് ഞാൻ 1.5 മാസം റെഗുലറായിട്ട് 2 കപ്പ് മെത്തേഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് എൻ്റെ ഭാര്യയും മക്കളും കയറി വരുന്നു. ഒരു പ്രശ്നം മാജിക്കായി സംഭവിച്ചു. എത്രയോ പേരുടെ ലൈഫിൽ മാജിക്കും സംഭവിക്കും. എത്രയോ പേര് ഇത് സിസ്റ്റർ വെറുതെ പറയാന്ന് പറയും. വെറുതെ പറയുന്നെങ്കിൽ ഇപ്പൊ നടന്നില്ലെങ്കിലും ചിലപ്പോൾ അത് അല്ല, അങ്ങനെയല്ല. അതൊക്കെ ഒരു മെത്തേഡ്, നമ്മളൊരു ടൂളാണത്. ആ ടൂളുണ്ട്. ഇപ്പം നമ്മൾ ഇതുകൊണ്ട് ഇത് മുറിക്കാൻ നോക്കുകയാണ്, ഒരു കത്തിയോണ്ട് മുറിച്ച് മുറിയില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് അധികം സമയം മുറിക്കേണ്ടി വരും. ഈ മരം മുറിക്കുന്ന വാൾ ഉപയോഗിക്കുന്നവരുണ്ട്, അവിടെ എവിടെയും വലിച്ച് അതിനെ മുറിയും വരെ വലിക്കുമ്പോഴേ മുറിയുന്നുള്ളൂ. അല്ലാതെ ഞാൻ 4 പ്രാവശ്യം വലിച്ചിട്ട് 5 പ്രാവശ്യം മുറിച്ച് മുറിഞ്ഞില്ലേ പറയില്ലല്ലോ. ഇപ്പൊ ലൈഫിൽ എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. നമ്മൾ ഓരോരുത്തരും ഓരോ ജീവാത്മാവ് ഒരു കർമ്മക്കണക്കായിട്ടാണ് ജനിക്കുന്നത്. ആ കർമ്മക്കണക്കിനെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള ഊർജ്ജം ഞാൻ ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് 5 ലക്ഷം കടമുണ്ടെങ്കിൽ 500 രൂപ സമ്പാദിക്കുക, 500 രൂപ ചെലവഴിക്കുകയും ചെയ്താൽ ഒരിക്കലും നമുക്ക് കടം വിടാൻ പറ്റില്ല. അതിലേക്ക് മാറ്റാൻ പറ്റുന്ന കുറച്ച് എമൗണ്ട് ആക്കണം. 50 രൂപ കടലാൾ ഒറ്റ ദിവസം കൊണ്ട് ഫ്രീ ആവും. 5000 രൂപ ഉള്ള ആൾ കുറച്ചുകൂടി ദിവസം കൊണ്ട് ഫ്രീ ആവും. 5 ലക്ഷം കടലാൾക്ക് ടൈം എടുക്കും. പക്ഷെ അവർ കഴിയും. പക്ഷെ ഇടയ്ക്ക് വെച്ച് നിർത്തിയാലോ പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു കടം തീർക്കൽ പരിപാടി, ആ പെർസ്പെക്റ്റീവ് തന്നെ പറയാം, ഈ കടം തീർക്കൽ പരിപാടിക്ക് നമ്മൾ ആ സമയം ഒരുപാട് സത്കർമ്മ ജനറേറ്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും. അതാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മുടെ ബാബ നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന പരമാത്മ. ഞാൻ ബാബ ഉദ്ദേശിക്കുന്നത് പരമാത്മ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ലെസൺ. നമ്മളെ ദിവസത്തിൽ നമുക്ക് 4 കാര്യങ്ങൾ തന്നിട്ട് 4 സബ്ജക്റ്റ്: ജ്ഞാനം, യോഗ, ധാരണ, സേവ. ഡെയിലി പോസിറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ 4 സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ. ഇതൊരു സ്കൂളാണല്ലോ, വിശ്വവിദ്യാലയമല്ലേ. 4 സബ്ജക്റ്റാണ്: ജ്ഞാനം, യോഗ, ധാരണ, സേവ. ജ്ഞാനം മീൻസ് ഡെയിലി നമ്മൾ സെൽഫ് റിയലൈസേഷൻ, ഇതിന്റെ ബേസിക് കോഴ്സിൽ സെൽഫ് റിയലൈസേഷൻ ഉണ്ട്, ഗോഡ് റിയലൈസേഷൻ ഉണ്ട്, പിന്നെ റീബർത്തിന്റെ സീക്രട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കർമ്മ തിയറിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, മെഡിറ്റേഷൻ പ്രാക്ടീസും ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞതുകൊണ്ട് രാജയോഗിയായി നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈലാണ്. ഡെയിലി രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. ബ്രഹ്മമുഹൂർത്തത്തിൽ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം. തുടക്കത്തില് എപ്പോ ചെയ്താലും കുഴപ്പമില്ല, എത്ര ചെയ്യുന്ന അത്ര കൂടുതൽ കിട്ടും. അത് ഓരോരുത്തർക്കും അവനവന്റെ സാഹചര്യം അനുസരിച്ച് ചെയ്യും. പക്ഷെ എന്ന് വെച്ചാൽ ആ സമയം ഉണ്ടല്ലോ, സൂര്യോദയത്തിന് മുന്നേ 2.5 മണിക്കൂർ മുന്നിൽ ആ സമയത്ത് പ്രകൃതിയിൽ കൂടി ഏറ്റവും കൂടുതൽ എനർജി ഉള്ള സമയമാണ്. പിന്നെ ഓൾമോസ്റ്റ് ഓൾ ആൾക്കാർ നല്ല ഉറക്കമായിരിക്കും. അപ്പൊ തോട്ട്സിന്റെ ഡിസ്റ്റർബൻസ് കുറയും, സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് കുറയും. പിന്നെ നമ്മളൊരു കാര്യം നേടാൻ വേണ്ടി കൊണ്ട് എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ, ഈ വിശ്വത്തിന്റെ പിതാവല്ലേ ഭഗവാൻ, അച്ഛനല്ലേ, ഒരു കുട്ടി കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ചാടുമ്പോ ഏത് അച്ഛനടുത്ത് ഓളത്ത് വെക്കാണ്ടിരിക്കുക. സത്യമാണല്ലോ, അതുകൊണ്ട് എക്സ്ട്രാ കിട്ടാൻ വേണ്ടി കൊണ്ട് അത്
ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷൻ. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു പാർട്ടാണ് അത്. പിന്നെ ഡെയിലി രാവിലെ നമ്മൾ സത്സംഗം ഉണ്ട്, അതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് സബ്ജക്ട് മെഡിറ്റേഷൻ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അല്ല, യോഗ നമ്മളല്ല എപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ശരിക്കും യോഗ എന്നുള്ള ബ്രഹ്മകുമാരീസിന്റെ കൺസെപ്റ്റിൽ ഈ ലോകത്തെ എല്ലാ മനുഷ്യരും യോഗികളാണ്. ഇപ്പൊ നമ്മളൊരു സബ്ജക്റ്റിന് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അത് വന്നുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പൊ ആ സബ്ജക്റ്റുമായിട്ട് നമ്മൾ യോഗയിലാണ്. കണക്ഷൻ, യോഗ മീൻസ് കണക്ഷൻ, യൂണിയൻ ആണ്. അപ്പൊ നമ്മളിപ്പോൾ അതിൽ യൂണിയനിലായിരിക്കുന്നത്. ഒരു ടീമിൽ നിന്ന് അതും യോഗ എന്നല്ലേ നമ്മൾ പറയാ. ഒരു വസ്തുവിനെ ഓർക്കുകയാണെങ്കിൽ അതും യോഗമാണ്, വസ്തു യോഗയാണ് മാത്രം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈശ്വരനെ ഓർമ്മിക്കുകയാണ്. ശരിക്കും നമ്മൾ നോക്കിയാൽ കർമ്മം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുകയാണ്, ദ സെയിം ടൈമിൽ മനസ്സിൽ ആ കാര്യം ഓർമ്മ വരുന്നു, ഈ കാര്യം ഓർമ്മ വരുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് ഓരോ ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തന്നു, ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നു ഇല്ലേ. ഇതൊക്കെ എന്താണ്, നമ്മുടെ മനസ്സ് വേറൊരു പാത്തിൽ ഒപ്പത്തിനൊപ്പം കണക്ട് ചെയ്യുന്നതിരിക്കുന്നതാണ്. നമ്മൾ അതേസമയം കർമ്മം ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഒന്നും ഈ ഇതുപോലെ കണക്ട് ചെയ്യേണ്ട ആവശ്യം സബ് കോൺഷ്യസ് മൈൻഡ് വരില്ല. റെഗുലർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. കുളിക്കാവാം, കഴിക്കാവാം, റെഗുലർ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യാവാം. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് വാണ്ടർ ചെയ്യാൻ പോകും. ആ മനസ്സിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും സ്നേഹമുള്ള, പിടിക്കേ വേണ്ട, ഏറ്റവും സ്നേഹമുള്ള ആളുടെ ഓർമ്മ ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് വരും. ലവേഴ്സാന്ന് വിചാരിച്ചോളൂ, ഈ സമയത്തൊക്കെ ആരുടെ ഓർമ്മ വരും, ഇഷ്ടപ്പെടുന്ന ആളെ ഓർമ്മ വരില്ലേ. അങ്ങനെ ഭഗവാനെ സ്നേഹിച്ചു നോക്കിയേ, ആ സമയത്ത് ആ ഓർമ്മ വരും. അപ്പൊ നിങ്ങൾ കർമ്മ ആൻഡ് യോഗ, ഭഗവാന്റെ ഓർമ്മയിൽ കർമ്മം ചെയ്യുകയായി. അപ്പൊ ആ കർമ്മത്തിന് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എഫിഷ്യൻസിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ റിലാക്സ്ഡ് ആവാനും നമുക്ക് പറ്റും. കർമ്മ കഴിയുകയാണ്, പക്ഷെ നമ്മൾ റിലാക്സ്ഡ് ആവാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് പഠിക്കുകയെന്ന്. ആ സമയത്ത് ഞാൻ മെഡിറ്റേഷൻ പഠിച്ചത് എനിക്കൊരു ബെനിഫിറ്റ് എന്താ അറിയാം, എൻ്റെ കൂട്ടുകാർ അരമണിക്കൂർ പഠിക്കുന്ന സാധനം ഞാൻ 5-10 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കുകയും ചെയ്യും. എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും. കർമ്മയോഗിയാണത്. പഠിക്കുമ്പോഴും ഭഗവാൻ ഓർത്ത് പഠിക്കാൻ പറ്റും, നമുക്ക് ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റും. പ്രൊട്ടക്ഷൻ എങ്ങനെയൊക്കെ കിട്ടുന്നറിയോ, ആക്സിഡൻസിന് പോകാൻ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. വഞ്ചി, ഞാൻ കോളേജിൽ പോകുന്നൊരു വഞ്ചി കടത്ത് കിടന്നിട്ടാണ് പോയിരുന്നത്. അലോഷ്യസ് കോളേജിലാണ്, തൃശ്ശൂർ അലോഷ്യസ് കോളേജ് അറിയില്ല, സെന്റ് അലോഷ്യസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എന്റെ വീട് കണിമംഗലത്താണ്. നെടുപുഴയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കടത്ത് കിടന്ന എളുപ്പത്തിൽ അങ്ങ് പോവാം. ഒരു പ്രാവശ്യം ഞങ്ങൾ വഞ്ചിയിലിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു അവിടുത്തെ സ്കൂളും ഉണ്ട്, കോളേജും ഉണ്ട്. ഇപ്പൊ സ്കൂൾ കുട്ടികൾക്ക് അന്ന് അവരുടെ ടൈമാണ് 9:30 സമയം, ഞങ്ങളുടെ സമയം 9 മണി സമയമാണ് കടത്തിന്റെ. ഞങ്ങൾക്കുള്ള ഫസ്റ്റ് ബസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വഞ്ചിയിൽ കയറി. നോർമലി തൃശ്ശൂർ ധനുമാസക്കാറ്റില്ലേ, അറിയില്ല, നല്ലൊരു രസമാണ് ധനുമാസക്കാറ്റ്. ആ കാലഘട്ടം ഡിസംബർ മാസം. അപ്പൊ ഒന്ന് കനാല് നിറച്ചു വെള്ളം ഒഴുകുക ചാലില്, ശക്തമായ പ്രവാഹമാണ്. മറ്റൊന്ന് ഈ കുട്ടികളും കയറി ഞങ്ങളും കയറി. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങളതൊരു പ്രോഗ്രാമിന്റെ ഒക്കെ സാരിക്കാരാണ്. സാരിക്ക് ഇങ്ങനെ കാറ്റ് പിടിച്ചു. അപ്പോൾ വഞ്ചി ഒരു വസ്തിക്ക് മറിയുകയാണ്. ഇതെൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. ഭഗവാൻ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ ആവും, കവചാവും എന്ന് എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. വീണാൽ അവസാനിച്ചു. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, ഇത് അവസാനമാണ്, അത്ര ശക്തമായിട്ട് ഒഴുക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു വസ്തിക്ക് ഇങ്ങനെ വഞ്ചി മറിയുക. ഈ വഞ്ചിക്കാരൻ എന്ത് ചെയ്യും, ഇത്രയും കുട്ടികളുണ്ട്. അപ്പൊ ആ സമയത്ത് ഏതോ ഒരാൾ പിടിച്ച് മറച്ച പോലെ ഞാൻ എൻ്റെ ബാബാന്നിങ്ങനെ മനസ്സൊരുക്കി വിളിച്ചു. കഴിഞ്ഞു, മനസ്സിൽ തോന്നുമല്ലോ നമുക്ക്. പെട്ടെന്ന് ആരോ തള്ളിയിട്ട പോലെ ഇങ്ങനെ പോകുന്ന വഞ്ചിരി ഈ സൈഡിലേക്ക് അങ്ങോട്ട് ഇടിച്ചിട്ട പോലെ ഞാൻ ഇരുന്നു. അപ്പോൾ വഞ്ചിക്ക് ഇങ്ങോട്ട് പ്രഷർ കിട്ടുമല്ലോ. ആ സമയത്ത് മുള കുത്തി അദ്ദേഹം മാനേജ് ചെയ്തിട്ട് എല്ലാവരും ഇരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ എത്തിയിട്ട് പോയി. അപ്പോൾ ബായി പറയാണ്, ഞങ്ങൾ സുരേഷ് എന്നാണ് ഞങ്ങളുടെ കടത്തുകാരൻ്റെ പേര്. സുരേഷിട്ടൻ പറയാണ്, നോക്ക് ഇവളാണ് രക്ഷിച്ചതെന്ന്. ഞാനല്ല, ഞാൻ വിറക്കിയാണ്. എൻ്റെ കയ്യൊക്കെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ കിടുകിടാ വിറക്കുക, കാരണം മരണം മുന്നിൽ കാണുന്ന ഒരു നിമിഷമാണ്. പക്ഷേ ഈശ്വരൻ്റെ കവചാണ്. ഞാൻ ഇങ്ങനെ പോകുന്ന വഞ്ചി നിങ്ങോട്ട് ഇരിക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. ചില സമയങ്ങളിൽ ഭഗവാന്റെ ഇടപെടലുകൾ, ചില സമയത്ത് ഭഗവാൻ അവിടെ കവചം പോലെ വന്നിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ. ചിലപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം ഈ ഒരു പ്രാർത്ഥനയും കാര്യം ഉള്ളതുകൊണ്ടായിരിക്കും. ഈശ്വരനുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണല്ലോ. അപ്പൊ വിളിക്കുന്ന നിമിഷം, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്, ഈശ്വരന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടില്ല, സങ്കല്പത്തിലെന്ന സമയം ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ മനസ്സിനുള്ളിൽ പൂർണ്ണമായിട്ടും ഭഗവാനെ ഞാൻ നിന്റെയാണ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കുമ്പോ ഹാജരായല്ലേ പറ്റൂ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൂടി എല്ലാവരെക്കാൾ കൂടുതൽ പേടിച്ചാണ് ഞാനായിരിക്കും ഒരു പക്ഷെ, കാരണം എനിക്ക് നീന്തൽ അറിയില്ലല്ലോ. സാരിയാണ് അത് വേഷം, ഒരിക്കലും പിടിക്കാൻ പോലും കിട്ടില്ല ആർക്കും. അപ്പൊ അതുകൊണ്ട് ചില നിമിഷങ്ങൾ, അപ്പൊ ഏത് സമയത്താണെങ്കിലും നമ്മൾ ഈശ്വരന്റെ ഓർമ്മയിൽ കർമ്മത്തിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പ്രൊട്ടക്ഷനായിട്ടും ഭഗവാൻ ഉണ്ടാവും. അതാണ് കർമ്മയോഗ. കർമ്മ ആൻഡ് യോഗ കമ്പൈൻ. ഇതാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ലൈഫ് സ്റ്റൈൽ. അപ്പൊ യോഗ എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് എഴുന്നിട്ടുള്ള മെഡിറ്റേഷൻ മാത്രമല്ല, എപ്പോഴൊക്കെ ഭഗവാനെ ഓർക്കുന്നു, സിംപ്ലി ഓർക്കുന്നു, അത് യോഗയായി.